ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജപ്പാനെ കുറിച്ചിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം ജപ്പാൻ ഒരു വികസിത രാജ്യമാണ്. അതിനു തന്നെ എനിക്ക് ഒരു ജപ്പാനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്രസീലിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു തോട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ജപ്പാനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം, ജപ്പാൻ എന്ന രാജ്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. ബ്രസീലും ജപ്പാനുള്ള കളിയിൽ ബ്രസീൽ വിന്നായി 2-1. അപ്പോൾ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ജപ്പാന്റെ ഏത് കളി കഴിഞ്ഞാലും അവിടുത്തെ അവരുടെ ഫാൻസ് ആ സ്റ്റേഡിയം ഒക്കെ വൃത്തിയായി പോകുന്ന ഒരു കുറെ റീൽസ്, കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതാണ് അവിടുത്തെ കൾച്ചർ എന്ന് വെച്ചാൽ. അത് സംഭവം വലിയൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ സ്റ്റേഡിയം വൃത്തിയാക്കിയപ്പോൾ അത് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അവർ ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും ഒക്കെ നീറ്റാക്കി, അവിടെ മൊത്തം ഹൈജീനൊക്കെ ഫുൾ ക്ലീൻ ആക്കി അവരുടെ പോവാന്ന് വെച്ചാൽ, അവര് തോറ്റിട്ടാണെങ്കിലും ആ ഒരു ഫസ്റ്റ് കളിയും അവരങ്ങനെ തന്നെ ചെയ്തത്. സെക്കൻഡ് കളിയും അവർ തോറ്റിട്ട് അവര് എന്നൊക്കെ ഈ വേൾഡ് കപ്പിൽ അവരുടെ കളി കഴിഞ്ഞു, ലാസ്റ്റ് കളിയായിരുന്നു, തോറ്റു, അവര് പോയി. എന്നിട്ടും അവരുടെ ആ ഒരു കൾച്ചർ അവര് ഒഴിവാക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. അവരത് ഒഴിവാക്കിയിട്ടില്ല. അവര് ക്ലീൻ ആക്കി പോകുന്ന കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഇന്ന് ജപ്പാനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ പേര് ഫസലു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് പ്രോ എന്ന് പറഞ്ഞ എൻ്റെ ചാനലാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പല പല രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും, പല പല നാടുകളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ. ഹിരോഷിമ നാഗസാക്കിയിൽ ആണവായുധ ബോംബ് വീണപ്പോൾ തകർന്നു പോയി എന്ന് നമ്മൾ പലരും വിചാരിച്ചൊരു രാജ്യമായിരുന്നു ജപ്പാൻ. ആ ഒരു സമയത്ത് തകർന്നു പോയ ആ ഒരു രാജ്യം ഇപ്പം നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ, അതായത് ഇത്രയും ടെക്നോളജി പരമായിട്ട് നമ്മൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തല്ല നമ്മൾ വേണ്ടത്. ഇന്ത്യനൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു രാജ്യം എങ്ങനെയാണ് നമ്മൾ നോക്കണം. അത്രയും തകർന്നു പോയ ആ ഒരു രാജ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചിലപ്പോൾ എന്താ പറയുക, അന്തം വിട്ടും. എങ്ങനെയാണ് അവർ ഇങ്ങനെ ഒരു ആക്കിയെടുത്ത്, അല്ലെങ്കിൽ ഇത്ര ഒരു ഡെവലപ്മെന്റ് ആയത് എങ്ങനെയാണ് നമ്മൾ നോക്കിപ്പോകും. ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഭരണാധികാരികളാണ്, അവിടുത്തെ ജനങ്ങളാണ് ഇതിനൊക്കെ കാരണം. നമ്മൾ അതുമാതിരി നിന്നാൽ മതി. അതാണ് നമ്മൾ നേരാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരാക്കണം. നമുക്ക് നേരാക്കേണ്ട കാര്യങ്ങൾ ഈ രാജ്യത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരാക്കണം. നമുക്കറിയാവുന്ന ഒരു ജപ്പാനുണ്ട്. കൾച്ചർ, ഹിസ്റ്ററി, ആനിമി, ടെക്നോളജി, ഇതുപോലെയൊക്കെ സംഭവങ്ങളുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. ടെക്നോളജി പരമായിട്ട് വളരെയധികം മുന്നിലാണ്. അതായത് ടെക്നോളജി നമ്മളിപ്പോൾ നോക്കുകയാണ്, നമ്മളിപ്പോൾ 2026-ലാണ്. ഈ ഇന്ത്യനൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ 1900 എന്ന് വേണം പറയാം. ജപ്പാൻ എന്ന് പറയുമ്പോൾ അവരൊക്കെ ഇപ്പോൾ 2050 ജീവിക്കുന്നവരാണ്. നമുക്ക് അവിടുത്തെ കുറെ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന മാതിരി തന്നെ അവിടെ ആ ഒരു കൾച്ചർ അങ്ങനെയാണ്. അവിടെ ടെക്നോളജി വളരുന്നത്, അതുപോലെ തന്നെ AI വളരുന്നത്, അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം, കൾച്ചർ, അതന്നെ ഞാൻ പറയുന്നത്. അവരൊക്കെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 2050-ലാണ് അവർ നിൽക്കുന്നത്. ഈ 2026-ലല്ല. ഈ 2026 മറ്റു രാജ്യങ്ങൾ നമുക്ക് കൂട്ടാം. ഈ ചൈന, ജപ്പാൻ പോലത്തെ രാജ്യങ്ങൾക്ക് ഇപ്പോൾ 2050-ലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാരണം വിശ്വസിച്ചേ പറ്റുള്ളൂ. അവിടുത്തെ ടെക്നോളജിയും അവിടുത്തെ കൾച്ചറൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഏറ്റവും കൂടുതൽ മുന്നിലാണ്. നമ്മളെക്കാട്ടി കുറേ മുന്നിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ അറിയാം എനിമി. നമ്മളിപ്പോൾ ജാപ്പനീസ് അനിമീസ് ഒക്കെ കാണുന്നവരായിരിക്കും, സീരീസ് ഒക്കെ കാണുന്നവരായിരിക്കും, ജാപ്പനീസ് മൂവീസ് ഒക്കെ കാണുന്നവരായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യത്തിൽ നമുക്ക് ജപ്പാനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഒരു അറിവുള്ളൂ. പിന്നെ ജപ്പാന്റെ ഔദ്യോഗിക നെയിം എന്താ അറിയും? ജപ്പാൻ തന്നെയാണ്. പിന്നെ അവിടെയുള്ള ആൾക്കാർ എന്താ വിളിക്കാന്ന് പറയും? നിപ്പോൺ. ജപ്പാനെ നിപ്പോൺ എന്നാണ് അവിടുത്തെ ആ രാജ്യത്തുള്ള ആൾക്കാർ അവർ വിളിക്കുന്ന ഔദ്യോഗിക പേര് എന്ന് വെച്ചാൽ, ഔദ്യോഗിക പേര് നിപ്പോൺ എന്നാണ്. പിന്നെ ജപ്പാന്റെ തലസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ടോക്കിയോ ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും കേട്ടുകളിവ് ഉണ്ടാവും, ടോക്കിയോ. ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ആണെന്നുള്ളത്. പിന്നെ അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 132 മില്യൺ ആണ്. ഓൾമോസ്റ്റ് നമ്മൾ ഇന്ത്യനൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് 132 മില്യൺ എന്ന് വെച്ചാൽ. പിന്നെ അവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് ജാപ്പനീസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജാപ്പനീസ് ആനിമിയൊക്കെ കാണുന്നവർക്ക് നമുക്ക് ജാപ്പനീസ് എന്ന് തന്നെയാണ് പേര് പറയുന്നത്. പിന്നെ മതങ്ങളെ പറ്റി നമ്മളെ ഇന്ത്യയിൽ തല്ലിക്കൊല്ലി ആ ഒരു സംഭവം ഉണ്ടല്ലോ, തല്ലുക കൊല്ലുക, അതൊന്നും അവിടെ ജപ്പാനിലില്ല കേട്ടോ. അവിടുത്തെ രണ്ട് മതങ്ങളെ മെയിനായിട്ട് വരുന്നുള്ളൂ. ഒന്ന് ബുദ്ധിസം, അതുമാതിരി തന്നെ ഷിൻഡോ. അതാണ് അവിടെ മെയിനായിട്ട് വരുന്ന 2 മതങ്ങൾ. ഷിൻഡോ പിന്നെ ബുദ്ധിസം. അതാണ് മെയിനായിട്ട് അവിടെ വരുന്ന 2 മതങ്ങൾ.
പിന്നെ നമുക്ക് ജപ്പാന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ജപ്പാൻ ഉണ്ടായിരുന്നു. അന്നൊന്നും ജപ്പാൻ നല്ല പേര്. അപ്പോൾ 1185 മുതൽ ഈ ഒരു ജപ്പാൻ ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചിരുന്നു ആര്? സാമുറായി എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ടവർ. സാമുറായികൾ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, കുറെ ചിലപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അതിന്റെ ഗെയിമൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടാവും. സാമുറായി എന്ന് പറയുന്ന, ഞാൻ കളിച്ചിട്ടുണ്ട് സാമുറായി എന്ന് പറയുന്ന ഒരു ഗെയിം. അപ്പോൾ വാളൊക്കെ എടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു കുറച്ച് ആൾക്കാരായിരുന്നു ജപ്പാൻ പണ്ട് മുതൽ 1185 മുതൽ ഭരിച്ചിരുന്നവര്. പിന്നീടാണ് ലോക മഹായുദ്ധത്തിലേക്ക്, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ജപ്പാൻ കടന്നത്. 1945 ഓഗസ്റ്റ് 6-നാണ് ആ ഒരു വലിയ ദുരന്തം, ലോകത്തെ തന്നെ നെട്ടിച്ചു കൊണ്ടിട്ടുള്ള ആ ഒരു ഏറ്റവും വലിയ ദുരന്തം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായ ആ ഒരു ദുരന്തം 1945 ഓഗസ്റ്റ് 6-ന് ജപ്പാനിലെ നാഗസാക്കിയിൽ, ഹിരോഷിമ നാഗസാക്കിയിൽ ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ ബോംബുകളിൽ ഒന്നായ അണുബോംബ് അവിടെ അമേരിക്ക ഇട്ടത്. കോടിക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു രാജ്യം, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വരുന്നുണ്ട്. കുറേ അങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോഴും അവിടുത്തെ ജനിക്കുന്ന കുട്ടികൾക്ക് സൈഡ് എഫക്റ്റ്, അതുമാതിരി തന്നെ കുറേ മാരകമായ അസുഖങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു അതിൻ്റെ റേഡിയേഷൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. 1945 ഇട്ടത് ഇതാണ്. ഇപ്പോഴും അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് വെച്ചാൽ വലിയൊരു എന്താ പറയുക, ഒരു ഇതന്നെയല്ലേ. പിന്നീടാണ് അതിനൊക്കെ മറികടന്നിട്ട് ജപ്പാൻ ഈ ലോകത്തിലെ നമ്പർ 1 ശക്തികളിൽ ഒന്നായി. അതുമാതിരി തന്നെ സമ്പദ് വ്യവസ്ഥയിൽ ഒന്നായി. അതായത് സമ്പദ് വ്യവസ്ഥയിൽ നമ്മളൊരു 5 ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിലൊന്ന് ജപ്പാനായിരിക്കും. ആ ഒരു നിലയിൽ നിന്ന് ഇത്രയും വലിയൊരു ഹൈ ഡെവലപ്മെന്റ് ഏരിയയിലേക്ക് അവരെത്തി, അതിനൊക്കെ മറികടന്നിട്ട്. ഒന്നാമത്തെ കാര്യം അവിടുത്തെ ജനങ്ങളും അവിടുത്തെ രാജ്യത്തുള്ള ഭരണാധികാരികളൊക്കെ തന്നെയാണ്. അവിടുത്തെ രാജ്യത്തെ ഭരണാധികാരികളും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു ഡെവലപ്മെന്റിന് ഏറ്റവും വലിയൊരു നേതൃത്വം വഹിച്ചത്. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ള ട്രെയിൻ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ജപ്പാനിലാണെന്ന് പറയാം. ചൈനയോ അല്ലെങ്കിൽ വേറെ അമേരിക്ക രാജ്യങ്ങളൊന്നുമല്ല. ഏറ്റവും കൂടുതൽ വേഗതയുള്ള ട്രെയിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജപ്പാനാണ്. പിന്നെ വേറൊരു നെഗറ്റീവ് കാര്യമാണ്, ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളുള്ള രാജ്യം, അതായത് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ, അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവുന്നത് ജപ്പാനിലാണ്. പിന്നെ മലയാളികൾ കുറേ ആൾക്കാരുണ്ട് ജപ്പാനിൽ താമസിക്കുന്നവരുണ്ട്. ബിസിനസ് ആവശ്യത്തിന് പോകുന്നവരുണ്ട്, ജസ്റ്റ് വിസിറ്റിങ്ങിന് വേണ്ടി പോകുന്നവരുണ്ട്. നമുക്കൊക്കെ സിമ്പിളായിട്ട് പോവാം. വിസയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്രൂവൽ ആവും ജപ്പാനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ. ടൂറിസ്റ്റിന് വേണ്ടി പോകുന്നവരുണ്ട്, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, നല്ലൊരു ജീവിതത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. അങ്ങനത്തെ കുറേ പേരുണ്ട് ജപ്പാനിലേക്ക്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോകുന്ന കുറേ പേരുണ്ട്. നിങ്ങൾ ചിലപ്പം പോയിട്ടുള്ളവരായിരിക്കും. എങ്ങനെയാണ് ആ രാജ്യത്തിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ജപ്പാൻ നമ്മളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ടെക്നോളജി പരമായിട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു AI പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, കൾച്ചർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പീക്ക് ലെവലാണ്. ഇന്ത്യനൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയൊക്കെ വളരെ താഴ്ന്നെടുക്കുകയാണ്. ഈ ജപ്പാനും ഇന്ത്യ വെച്ച് കമ്പയർ ആണെങ്കിൽ വളരെ താഴ്ന്നെടുക്കുകയാണ്. നമുക്ക് എന്തിരുന്നാലും ഇന്ത്യയെ ഞാൻ താത്തി പറയുന്നില്ല, 2 രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പീക്കിൽ നിൽക്കുന്നത് അഫ്കോഴ്സ്ലി എന്തായാലും ജപ്പാൻ തന്നെയാണ്. അവരൊക്കെ ഇപ്പോഴും ജീവിക്കുന്ന ഒരു 2050 2060 കാലഘട്ടത്തിലാണ്. അതായത് തല കുത്തനെ പോകുന്ന ട്രെയിൻ വരെ അവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കണം. തല കുത്തനെ പോകുന്ന ട്രെയിൻ, അതുമാതിരി തന്നെ ഫുൾ നൈറ്റ് ലൈഫും ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ തന്നെ കട്ടി ഏറ്റവും അടിപൊളി അവിടെയാണ്. എന്തൊക്കെയായാലും ഒരു അടിപൊളി രാജ്യം തന്നെയാണ്. നിങ്ങളെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കും ഫ്യൂച്ചറിൽ നമുക്ക് പോകാൻ കഴിയട്ടെ. ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രാജ്യമാണ് ജപ്പാൻ. അപ്പം ഭാവിയിൽ പോകാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാനലിൽ തന്നെ നമുക്ക് വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് ബ്രസീൽ ജപ്പാൻ കളി വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാണ് ജപ്പാനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ പെട്ടെന്ന് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് രാജ്യത്തായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. ഓക്കെ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ വേണ്ട, ബെല്ലൈക്കൺ അമർത്തണം. നിങ്ങൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ബൈ.